നിങ്ങൾ ഏതൊക്കെ ഫാക്റ്റുകളാണ് ഇതിനോടൊപ്പം പഠിക്കുന്നൊക്കെ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട SCRT ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേട്ടറ്റു പരീക്ഷകൾക്ക് SCRTയിൽ നിന്നും NCRTയിൽ നിന്നും കാറ്റഗറി 3 പോലെയുള്ള പരീക്ഷകൾക്ക് NCRTയിൽ നിന്നും എന്ത് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഇന്ന് ഞാൻ കേട്ടറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കെമിസ്ട്രിയിലെ SCRT ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പലപ്പോഴും ടോപ്പിക്ക് പഠിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ക്വസ്റ്റ്യൻസ് ഇന്ന് നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ആദ്യം തന്നെ പറയട്ടെ, ഈ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക് വൈസ് ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ എൻട്രിയിൽ എടുത്ത് തന്നിട്ടുണ്ട്, ആപ്പിൽ എടുത്ത് തന്നിട്ടുണ്ട്. ഇത് വരും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമാണ്. സോ നിങ്ങൾക്ക് പഠിച്ചു വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഒരു റിവിഷനായിട്ട് ഇത് എന്ത് ചെയ്യാം, യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ക്ലാസ്സിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് സമയം കളയാനില്ല, നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് PQRS. ഇങ്ങനെ 4 എലമെൻറ്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സിംബൽസ് ആർ നോട്ട് റിയൽ. ശ്രദ്ധിച്ചു കേൾക്കണേ. വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ബിലോങ് ടു ദി സെയിം പീരീഡ്? പ്രിയപ്പെട്ടവരെ, ഇവിടെ 4 എലമെൻറ്റുകൾ പിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 7, ക്യൂവിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8, ആറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 1, എസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 7. ഇങ്ങനെ 4 എലമെൻറ്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ചോദിച്ചിരിക്കുക എ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ബിലോങ് ടു ദി സെയിം പീരീഡ്? ഒരേ പീരീഡിൽ വരുന്ന മൂലകം ഏതാണ്? പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് നമ്മളുടെ പീരീഡുകൾ കാണാൻ ചോദിച്ചാൽ, പീരീഡ് നമ്പർ കാണാൻ ചോദിച്ചാൽ, നമ്മൾ ആറ്റത്തിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ഷെൽ നമ്പർ എത്രയാണോ പ്രിയപ്പെട്ടവരെ, ഷെൽ നമ്പർ എത്രയാണോ അതു തന്നെയാണ് പീരീഡ് നമ്പർ. ഷെൽ നമ്പർ എത്രയാണോ അതു തന്നെയാണ് പീരീഡ് നമ്പർ. ഇവിടെ പിയിൽ നോക്കുക, 1 2 2 ഷെല്ലാണ്. സോ അവിടുത്തെ ഷെൽ നമ്പർ 2 ആയതുകൊണ്ട് പി എന്ന് പറയുന്നവൻ്റെ പീരിയഡും 2 ആണ്. സോ പി സെക്കൻഡ് പീരീഡിലാണ്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ മൊത്തം 7 പീരീഡുകളും 18 ഗ്രൂപ്പുകളുമാണുള്ളത്. അതിൽ രണ്ടാമത്തെ പീരീഡിലാണ് പി വരുന്നത്. എങ്ങനെയാണ് പീരീഡ് നമ്പർ കണ്ടുപിടിച്ചത്? ഷെൽ നമ്പർ എത്രയാണോ അതു തന്നെയാണ് പീരീഡ് നമ്പർ. ഇനി ക്യൂ എന്ന് പറയുന്ന മൂലകത്തിലേക്ക് നോക്ക്. നമുക്ക് അവിടെയും അവൻ്റെ നോക്കാം എത്ര ഷെല്ലുണ്ടെന്ന്. 1 2 2 ഷെല്ലാണുള്ളത്. സോ ഷെൽ നമ്പർ 2 ആണ്. ഷെൽ നമ്പർ 2 ആയതുകൊണ്ട് പീരിയഡ് നമ്പറും 2 ആണ്. സോ സെക്കൻഡ് പീരിയഡ്. ക്ലിയർ ആണല്ലോ ഫാക്റ്റ്. അടുത്ത 6 എന്ന് പറയുന്ന മൂലകം, അവിടുത്തെ ഷെൽ നമ്പർ എത്രയാണെന്ന് നോക്കിയേ. എത്ര ഷെല്ലുണ്ട്? 1 2 3 3 ഷെല്ലുകളാണുള്ളത്. സോ ഷെൽ നമ്പർ 3 ആയതുകൊണ്ട് അവൻ്റെ പീരീഡ് നമ്പർ 3 ആണ്. സോ അവൻ തേർഡ് പീരീഡ്. എസ് എന്ന് പറയുന്ന മൂലകത്തിൽ 3 ഷെല്ലുണ്ട്. സോ അവനും തേർഡ് പീരീഡാണ്. അപ്പോൾ ഇവിടെ ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. പിയും ക്യൂവും ഒരേ പീരീഡിലാണ് വരുന്നത്, രണ്ടാമത്തെ പീരീഡിലാണ്. ആറും എസും മൂന്നാമത്തെ പീരീഡിലാണ് വരുന്നത്. സോ അവരും ഒരേ പീരീഡിലാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പീരീഡ് നമ്പർ കണ്ടുപിടിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാ? ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് പീരീഡ് നമ്പർ കാണാൻ ചോദിച്ചാൽ എത്ര ഷെല്ല് ഉണ്ട് എന്ന് എണ്ണുക. ഷെൽ നമ്പർ എത്രയാണോ അതു തന്നെ ആയിരിക്കും അവിടുത്തെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ ഷെൽ നമ്പർ 2 ആണെങ്കിൽ പീരീഡ് നമ്പർ 2, ഷെൽ നമ്പർ 3 ആണെങ്കിൽ പീരീഡ് നമ്പർ 3. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം എന്താണ് പ്രിയപ്പെട്ടവരെ? ബി ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദി സെയിം ഗ്രൂപ്പ്?
ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ, അതും ഞാൻ നിങ്ങളെ കണ്ടുപിടിപ്പിക്കാൻ പഠിക്കാം. ശ്രദ്ധിച്ച് കേട്ടോണേ പ്രിയപ്പെട്ടവരെ. അപ്പം ഇതൊക്കെ ഷെല്ല് വെച്ചുള്ളതാണ്. സബ് ഷെല്ല് വെച്ച് വേറെ രീതിയാണ്. 1s 2s അതാണ് സബ് ഷെൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് നമ്മളോട് ഗ്രൂപ്പ് നമ്പർ കാണാൻ ചോദിച്ചിരിക്കുക. അതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചിരിക്കുക, വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദി സെയിം ഗ്രൂപ്പ്. പി ക്യു ആർ എസ് എന്നിവയിൽ ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? അതിന് നിങ്ങൾ അറിയേണ്ട ഒരു ഫാക്റ്റ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അവസാന ഷെല്ലിൽ വരുന്ന, ശ്രദ്ധിക്കണേ, അവസാന ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണിന്റെ എണ്ണം ഒന്നാണെങ്കിൽ, അവസാന ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണിന്റെ എണ്ണം ഒന്നാണെങ്കിൽ അവന്റെ ഗ്രൂപ്പ് നമ്പർ ഒന്നായിരിക്കും. ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയപ്പോൾ അവസാന ഷെല്ലിൽ വന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ആയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അവസാനം വരുന്ന അഥവാ അവസാന ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, അവസാന ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. ഇനി ഇതേപോലെ തന്നെ അവസാന ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 3, 4, 5, 6, 7, 8, 3 മുതൽ 8 വരെയുള്ള ഏതൊരു സംഖ്യയാണെങ്കിലും അവസാന ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 3 മുതൽ 8 വരെയുള്ള ഏതൊരു സംഖ്യയാണെങ്കിലും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ആ സംഖ്യയോടൊപ്പം 10 കൂട്ടുക. ഇപ്പൊ ഉദാഹരണം, അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 3 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ 3 + 10 13. അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 4 ആണെങ്കിൽ 10 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ 14. അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 5 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ 10 കൂട്ടിയാൽ 15. 6 ആണെങ്കിൽ 16, 7 ആണെങ്കിൽ 17, 8 ആണെങ്കിൽ 18. മനസ്സിലായല്ലോ? അപ്പൊ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം വെച്ച് നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 തന്നെ. അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 തന്നെ. 3 മുതൽ 8 വരെയുള്ള ഏത് സംഖ്യയാണെങ്കിലും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ 10 കൂട്ടിയാൽ മതി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇവിടുത്തെ അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം നോക്ക്, 7. ഞാൻ പറഞ്ഞു 3 മുതൽ 8 വരെയുള്ള ഏതൊരു സംഖ്യയാണെങ്കിലും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ 10 കൂട്ടിയാൽ മതി. അപ്പൊ 7 വന്നോ? ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ 7 + 3 7 + 10 ഗ്രൂപ്പ് നമ്പർ നമുക്ക് കിട്ടി 17. 17ാം ഗ്രൂപ്പിലാണ്, ഹാലജൻ ഫാമിലിയിലാണ്. ഇനി ഇവിടുത്തെ നോക്ക് നിങ്ങൾ, അവസാന ഷെല്ലിൽ 8 ആണ്. 3 മുതൽ 8 വരെയുള്ള ഏതൊരു സംഖ്യ വന്നാലും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ 10 കൂട്ടുക. സോ 8 + 10 അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ 18 ആണ്. അതിനുശേഷം ഞാൻ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടുത്തെ അവസാന ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. അവസാന ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എത്ര തന്നെ? 1 തന്നെ. അടുത്തത് ഇവിടുത്തെ അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ നോക്ക്, 7. 7 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ യെസ് ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം അവസാന ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം 10 കൂട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും 7 + 10 17. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദി സെയിം ഗ്രൂപ്പ്. മുകളിൽ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒരേ ഗ്രൂപ്പിൽ വരുന്നത്? നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. പി 17ാം ഗ്രൂപ്പിലാണ്, എസും 17ാം ഗ്രൂപ്പിലാണ്. സോ ഒരേ ഗ്രൂപ്പിൽ വരുന്നത് പിയും എസുമാണ്. അത് 17ാം ഗ്രൂപ്പിലാണ് വരുന്നത്. 17ാം ഗ്രൂപ്പിന്റെ പേര് നിങ്ങൾക്കറിയാം, ഹാലജൻ ഫാമിലി എന്നാണ് അല്ലെ. 17ാം ഗ്രൂപ്പിന്റെ പേര് ഹാലജൻ ഫാമിലി എന്നാണ്. ക്ലിയർ ആണല്ലോ പ്രിയപ്പെട്ടവരെ? ഫാക്ട് ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കട്ടെ. അപ്പൊ ഇത് ഇത്രയും ഫാക്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന വിശ്വാസത്തിന്റെ പുറത്ത്, ഇത്രയും ഫാക്ട് മനസ്സിലായിട്ടുണ്ടെന്ന വിശ്വാസത്തിന്റെ പുറത്ത് നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ ഏതൊക്കെ ഫാക്റ്റുകളാണ് ഇതിനോടൊപ്പം പഠിക്കുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ എത്ര ഫാക്റ്റാണ് പഠിച്ചത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഐഡന്റിഫൈ ദ നോബിൾ ഗ്യാസ് എമംഗ് ദീസ്. ഇതിലേതാണ് നോബിൾ ഗ്യാസുകൾ? മലയാളത്തിൽ
അലസവാതകങ്ങൾ എന്ന് പറയുന്നത് ഇതിലേതാണ് പ്രിയപ്പെട്ടവരെ? 18ാം ഗ്രൂപ്പിൽ വരുന്നവരെയാണ് നമ്മൾ അലസവാതകങ്ങൾ അഥവാ നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ 18ാം ഗ്രൂപ്പിൽ വരുന്നത് ക്യൂ എന്ന് പറയുന്ന എലമെന്റ് ആണ്, മൂലകമാണ്. സോ ഇവിടുത്തെ ആൻസർ ക്യൂ ആണ് അല്ലെ. ഇതിലേതാണ് അലസവാതകം? നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസസ് എത്രാമത്തെ ഗ്രൂപ്പിലാ? 18ാമത്തെ ഗ്രൂപ്പിലാ. അത് ക്യൂ ആ. അല്ലാതെ തന്നെ കണ്ടുപിടിക്കാം. ഹീലിയം ഒഴികെയുള്ള അലസവാതകങ്ങളുടെ അവസാന ഷെല്ലിൽ, ഹീലിയം ഒഴികെയുള്ള അലസവാതകങ്ങളുടെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയിരിക്കും. പൊതുവെ അലസവാതകങ്ങളുടെ അവസാന ഷെല്ലില് 8 ഇലക്ട്രോണുകളായിരിക്കും. ഇതിൽ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളത് ഒരുത്തൻ മാത്രമേ ഉള്ളൂ, ക്യൂ. അപ്പോൾ ഇവിടുത്തെ അലസവാതകം ക്യൂ ആണ്. അടുത്ത, ഫൈൻഡ് ദി ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരിയഡ് നമ്പർ ഓഫ് എലമെന്റ് എസ്. എലമെന്റ് എസിന്റെ പീരിയഡ് നമ്പരും ഗ്രൂപ്പ് നമ്പരും. എലമെന്റ് എസിൽ 1 എത്ര ഷെല്ലാ ഉള്ളത്? 1, 2, 3 ഷെല്ല്. ഷെൽ നമ്പർ 3 ആയതുകൊണ്ട് നമുക്ക് പറയാം അവന്റെ പീരിയഡ് നമ്പർ 3 ആണ്. ഗ്രൂപ്പ് നമ്പർ അവസാന ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 7 + 10 17. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ക്വസ്റ്റ്യൻ SCRT കിടക്കുന്ന ഒരു തുടർ പ്രവർത്തനങ്ങളിലെ ഒരു ചോദ്യമാണ്. ഇത് കേട്ടിട്ട് മാത്രമല്ല, നിങ്ങൾ എഴുതാൻ പോകുന്ന LP-UP പോലെയുള്ള പരീക്ഷകൾക്കും ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇത് പഠിച്ചു പോവുക. ഇത് ഭാഗം ബുദ്ധിമുട്ടുള്ളവർ ഉറപ്പായിട്ടും ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ക്ലാസ് കണ്ട് മനസ്സിലാക്കി വേണം പോകാൻ. ക്ലിയർ ആണല്ലോ ഫാക്റ്റ്? ശരി, നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ദി അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ കഴിഞ്ഞിട്ടില്ല. മാസ് നമ്പർ പ്രിയപ്പെട്ടവരെ, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഓഫ് ആൻ എലമെന്റ് ആർ 15 and 31 റെസ്പെക്റ്റീവ്ലി. ഒരു മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ 15ഉം മാസ് നമ്പർ 31മാണ് യഥാക്രമം. ഇതാണ് ക്വസ്റ്റ്യൻ. എങ്കിൽ വാട്ട് ഈസ് ദി നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദിസ് ആറ്റം? എങ്കിൽ ആ ആറ്റത്തിന്റെ അവസാന ഷെല്ല്, അതാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ, ആ ആറ്റത്തിന്റെ അവസാന ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കണടാ. നമുക്കിവിടെ അറ്റോമിക് നമ്പർ എത്ര തന്നിരിക്കുന്നത്? 15 ആണല്ലേ. ഇവിടുത്തെ അറ്റോമിക സംഖ്യ 15 ആണ്. അപ്പൊ അറ്റോമിക സംഖ്യ 15 ആണ് എന്നുണ്ടെങ്കിൽ ഇവന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരൂ എന്ന് പറയട്ടെ. അറ്റോമിക സംഖ്യ എത്രയാണോ അതു തന്നെ ആയിരിക്കും ഇവന്റെ ഇലക്ട്രോണിന്റെ എണ്ണം. മനസ്സിലാക്കി വെക്ക്. അറ്റോമിക സംഖ്യ എത്രയാണോ അതു തന്നെ ആയിരിക്കും ഇലക്ട്രോണിന്റെ എണ്ണം. ഇവിടെ അറ്റോമിക സംഖ്യ 15 ആണ്. അപ്പൊ ഈ ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ എണ്ണവും എത്ര തന്നെയാണ്? 15 ആണ്. നമുക്ക് ഈ 15 ആറ്റത്തെ ഓരോ ഷെല്ലിലോട്ട് കൊടുക്കാം. പഠിപ്പിച്ചിട്ടുണ്ട് 2 അല്ലേ. ഇലക്ട്രോൺ എണ്ണം 15 ആണെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാ വരുന്നത്? 2, 8, 5. ഇനി നിങ്ങൾ നോക്കി പറ, അറ്റോമിക സംഖ്യ 15 ഉള്ളവന്റെ അവസാന ഷെല്ലില്, വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 5. പ്രിയപ്പെട്ടവരെ, ഇവിടെ അറ്റോമിക നമ്പർ നമുക്ക് തന്നിട്ടുണ്ടേ. എന്നിട്ട് പറയുക ഇവന്റെ അവസാന ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എഴുതാൻ. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? അറ്റോമിക സംഖ്യ എത്രയാണോ അതു തന്നെയാണ് അവന്റെ ഇലക്ട്രോണിന്റെയും എണ്ണം. ഇവിടെ അറ്റോമിക സംഖ്യ 15, അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണവും 15. അത് വെച്ച് നമുക്ക് ആദ്യം ഇലക്ട്രോൺ വിന്യാസം എഴുതണം. എഴുതി 2, 8, 5. ഇങ്ങനെ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവന്റെ അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 5 ആണ്. അതാണ് A ക്വസ്റ്റ്യൻ. അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം എത്ര ആണെന്ന് 5. എന്തായാലും ഇവിടെ വന്നതല്ലേ, കുറച്ചുകൂടെ കാര്യം കണ്ടെത്താം. ഇവിടെ എത്ര ഷെല്ലുണ്ട് എണ്ണിക്കോ? 1, 2, 3. ഇവിടെ 3 ഷെല്ലുണ്ട്. സോ ഷെൽ നമ്പർ 3 ആണ്. ഷെൽ നമ്പർ 3 ആയതുകൊണ്ട് നമുക്ക് പറയാം ഇവന്റെ പീരിയഡ് നമ്പരും എത്രയാണ്? 3 ആണ്. ഷെൽ നമ്പർ 3 ആണെങ്കിൽ പീരിയഡ് നമ്പരും 3 ആണ്. ഇനി അടുത്ത ഗ്രൂപ്പ് നമ്പർ ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് നോക്ക്, അവസാന ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 3, 4, 5, 6, 7, 8 ഇതിലേത് സംഖ്യ വന്നാലും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ
ഇതിനോടൊപ്പം 10 കൂട്ടിയാൽ മതി. ഇവിടെ അവസാന ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 5 ആണ്. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ആ 5ന്റെ കൂടെ 10 കൂടെ കൂട്ടി ഗ്രൂപ്പ് നമ്പർ നമുക്ക് കിട്ടി 15. ഏതാ 15ാമത്തെ ഗ്രൂപ്പ്? മൊത്തം നമുക്ക് 18 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ 15ാമത്തെ ഗ്രൂപ്പിന്റെ പേര് പറ. നൈട്രജൻ ഫാമിലി. എൻട്രിയുടെ ഈ ചാനലിൽ തന്നെ പല ക്ലാസ്സുകളിലായി നമ്മൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഗ്രൂപ്പിന്റെ പേരൊക്കെ അല്ലെ. 15ാമത്തെ ഗ്രൂപ്പിന്റെ പേര് നൈട്രജൻ ഫാമിലി എന്നാണ്. അങ്ങനെ എ ക്വസ്റ്റ്യനും അത്രയും ഫാക്റ്റും കൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി അവന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദിസ് ആറ്റം? എങ്കിൽ ഈ ആറ്റത്തില് എത്ര ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് മാസ് നമ്പർ, മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ എ. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ഇസഡ്. അപ്പം നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പറ. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞേ. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് മാസ് നമ്പർ തന്നിട്ടുണ്ട് 31 മൈനസ് അറ്റോമിക് നമ്പരും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15. എങ്കിൽ ഇവിടുത്തെ ന്യൂട്രോൺ എണ്ണം എത്രയാണ്? 16. അപ്പൊ അടുത്തതിന്റെ ആൻസറും കിട്ടി. ന്യൂട്രോൺ എണ്ണം 16. എങ്ങനെ ന്യൂട്രോൺ എണ്ണം കണ്ടെത്തുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഡ്രോ ദി ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. വരയ്ക്കണ്ട, നമുക്ക് വരയ്ക്കാം, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. അപ്പം ഈ 2 ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മാക്സിമം കണ്ടന്റുകൾ കിട്ടിയോ ഇല്ലയോ? കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ശ്രദ്ധിച്ചോ. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ്, ഇതെല്ലാം SCERT കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി എലമെന്റ്സ് PQR. പി എന്ന് പറയുന്ന മൂലകത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 2, 8, 6. Q എന്ന് പറയുന്ന മൂലകത്തിന്റെ തന്നിട്ടുണ്ട് 2, 8, 1. R എന്ന് പറയുന്ന മൂലകത്തിന്റെ തന്നിട്ടുണ്ട് 2, 8, 8. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, വിച്ച് ഈസ് ദി മോസ്റ്റ് സ്റ്റേബിൾ എലമെന്റ് എമംഗ് ദീസ്? വാട്ട് ഈസ് ദ റീസൺ? പ്രിയപ്പെട്ടവരെ, ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള മൂലകം? പ്രിയപ്പെട്ടവരെ, കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മളിത് എടുത്തു തന്നിട്ടുണ്ട്. നിങ്ങളെ രാസബന്ധനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാറ്റം സ്റ്റേബിൾ ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങളൊരു റൂൾ അറിഞ്ഞിരിക്കണം. ആ റൂളാണ് ഒക്ടറ്റ് റൂൾ അഥവാ അഷ്ടക നിയമം. ഒക്ടറ്റ് റൂൾ അഥവാ അഷ്ടക നിയമം. എന്താണ് ആ റൂള്? പറഞ്ഞു തരാം. ഒരാറ്റത്തിൻ്റെ അവസാന ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 8 ആണ് എങ്കിൽ, ഒരാറ്റത്തിൻ്റെ അവസാന ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 8 ആണ് എങ്കിൽ ആ ആറ്റം രാസപരമായി സ്ഥിരതയുള്ളതായിരിക്കും, കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കും. ഇതാണ് ഒക്ടറ്റ് റൂള് പറഞ്ഞു വെക്കുന്നത്. ഒരാറ്റത്തിലെ അവസാന ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 8 വന്നാൽ പ്രിയപ്പെട്ടവരെ അവൻ രാസപരമായിട്ട് സ്ഥിരതയുള്ള മൂലകമായിരിക്കും. എങ്കിൽ വിച്ച് ഈസ് ദി മോസ്റ്റ് സ്റ്റേബിൾ എലമെന്റ് എമംഗ് ദീസ്? ഇതിൽ ഏതാണ് ഏറ്റവും സ്ഥിരതയുള്ളവൻ? കണ്ണും പൂട്ടി നമുക്ക് പറയാം R എന്ന് പറയുന്ന എലമെന്റ് ആണ്. കാരണം അവന്റെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഒക്ടറ്റ് റൂള് മലയാളത്തിൽ അഷ്ടക നിയമപ്രകാരം ഇവൻ കൂടുതൽ സ്ഥിരതയുള്ള മൂലകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി അറ്റോമിക് നമ്പർ ഓഫ് Q? Q എന്ന് പറയുന്ന മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞു തരാം. നമുക്കിവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ആ ആറ്റത്തിലുള്ള ഇലക്ട്രോണുകളെ കൃത്യമായി നമ്മൾ ഓരോ ഷെല്ലുകളിലായി അറേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. എങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയേ പ്രിയപ്പെട്ടവരെ, നോക്കിയേ. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ടോട്ടൽ ക്യൂവിൽ മൊത്തം 8 × 2 10, 10 1
11 ഇലക്ട്രോണുകളുണ്ട്. ഈ 11 ഇലക്ട്രോണുകളെയാണ് നമ്മൾ അവിടെ ഓരോ ഷെല്ലുകളിലായിട്ട് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് 281 എന്ന്. അപ്പൊ ക്യൂവിലെ ഇലക്ട്രോണിന്റെ എണ്ണം 11. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണോ അതു തന്നെ ആയിരിക്കും അവൻ്റെ അറ്റോമിക നമ്പരും. ഇവിടെ ക്യൂവില് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 11. അപ്പോൾ അവൻ്റെ അറ്റോമിക സംഖ്യയും എത്ര തന്നെയാണ്? 11. നമ്മൾ കുറച്ചു മുന്നത്തെ ക്വസ്റ്റിൽ പഠിച്ച ഒരുത്തൻ്റെ അറ്റോമിക സംഖ്യ എത്രയാണോ അതു തന്നെ ആയിരിക്കും അവൻ്റെ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണിൻ്റെ എണ്ണം. ഇവിടെ ക്യൂവിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 11, അപ്പൊ അറ്റോമിക സംഖ്യയും 11 തന്നെയാണ്. ഡ്രോ ദി ആറ്റം മോഡൽ ഓഫ് ക്യൂ. അത് നമുക്ക് വേണ്ട, ആ ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ട. അടുത്ത, വാട്ട് ആർ ദ വാലൻസീസ് ഓഫ് ദി എലമെന്റ്സ് പി ആൻഡ് ക്യൂ? നല്ലൊരു ചോദ്യമാണ്, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് വാലൻസി കാണാൻ. പിയുടെയും ക്യൂവിൻ്റെയും വാലൻസി. പിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 6. ക്യൂവിൻ്റെ വാലൻസി 2, 8, 1. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചു കേൾക്കണേ. സാറേ, എന്താണ് വാലൻസി? മലയാളത്തിൽ സംയോജകത എന്ന് പറയും. വാലൻസി അഥവാ സംയോജകത. ഇത് ഞാൻ നിങ്ങളെ ഒരു എളുപ്പത്തിൽ പഠിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരാറ്റം രാസപരമായി സ്ഥിരതയുള്ളതാകുന്നത് എപ്പോഴാണ്? കറക്റ്റ്. ഒരു ആറ്റം രാസപരമായി സ്ഥിരതയുള്ളതാകുന്നത് ഒക്ടറ്റ് റൂള് പ്രകാരം ആ ആറ്റത്തിൻ്റെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാകുമ്പോഴാണ്. ശരിയല്ലേ? എന്നാൽ അലസവാതകങ്ങൾ ഒഴിച്ച് ഹീലിയം അലസവാതകമാണ്, പക്ഷെ 8 ഇല്ല. നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓർഗാനിസം, ഈ അലസവാതകങ്ങൾ ഒഴിച്ച് ബാക്കി ഒരാറ്റത്തിൻ്റെയും അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോണുകളില്ല. ഒക്ടറ്റ് റൂള് പ്രകാരം ഒരാറ്റം രാസപരമായി സ്ഥിരതയുള്ളതാകണമെങ്കിൽ ആ ആറ്റത്തിൻ്റെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വേണമെന്നാണ്. അപ്പൊ എന്തു ചെയ്യും? ഈ ആറ്റം രാസപരമായി ഈ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഇല്ലാത്ത ആറ്റങ്ങൾ 8 ഇലക്ട്രോണുകൾ ആക്കുന്നതിന് വേണ്ടി ഇവർ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. എന്തിൽ പങ്കെടുക്കും പ്രിയപ്പെട്ടവരെ? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അപ്പൊ ഇത്തരത്തിൽ ഇവർ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഒന്നുകിൽ അവസാന ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ദാനം ചെയ്യും, അല്ലെങ്കിൽ അവസാന ഷെല്ലിൽ 8 ആക്കാൻ വേണ്ടി മറ്റുള്ള ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ വാങ്ങും. ഒന്നുകിൽ ഇലക്ട്രോണുകളെ ദാനം ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങും. ഇങ്ങനെ അവർ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാക്കും. നമുക്ക് ഈസി ആയിട്ട് പറയാം. ശ്രദ്ധിച്ചു കേൾക്കണേ. അതെങ്ങനെ മനസ്സിലാക്കും സാറേ? ആരാണ് ദാനം ചെയ്യുന്നത്, ആരാണ് വിട്ടുകൊടുക്കുന്നത്? ബുക്കുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോണേ. ഒരാറ്റത്തിൻ്റെ അവസാന ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം, ഒരാറ്റത്തിൻ്റെ അവസാന ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 4 അതിൽ കുറവോ ആണെങ്കിൽ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. നോട്ട് ദ പോയിന്റ്. അവസാന ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 4 എന്ന് വേണ്ട, 4ൽ കുറവാണെങ്കിൽ, അവസാന ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 4ൽ കുറവാണ് എന്നുണ്ടെങ്കിൽ അവസാന ഷെല്ലിൽ അത്രയും ഇലക്ട്രോൺ ഉണ്ടോ, 1, 2, 3, അതുകൊണ്ട് 4ൽ കുറവുള്ള സംഖ്യയിൽ അത്രയും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇനി അവസാന ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 5 അതിൽ കൂടുതലോ ആണെങ്കിൽ, അവസാന ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 5 അതിൽ കൂടുതലോ ആണെങ്കിൽ 8 ഇനി എത്ര ഇലക്ട്രോൺ വേണോ അത്രയും ഇലക്ട്രോണിനെയും കൂടെ വാങ്ങും. അപ്പം അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 4ൽ കുറവാണെങ്കിൽ വിട്ടുകൊടുക്കും. അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 5 അതിൽ കൂടുതലോ ആണെങ്കിൽ 8 ഇനി എത്ര കൂടെ വേണോ അത്രയും ഇലക്ട്രോണെ വാങ്ങും. ഇങ്ങനെയൊക്കെ ചെയ്ത് ആ ആറ്റങ്ങളുടെ അവസാന ഷെല്ലിൽ അവർ 8 ഇലക്ട്രോണുകളാക്കും. ഇങ്ങനെ 8 ഇലക്ട്രോണുകളാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതോ സ്വീകരിക്കുന്നതോ പങ്കുവെക്കുന്നതോ ആയ ഇലക്ട്രോണുകളുടെ ആ എണ്ണത്തെ, എത്രണ്ണമാണ് വിട്ടുകൊടുത്തത് അല്ലെങ്കിൽ 8 വേണ്ടി എത്രണ്ണമാണ് വാങ്ങിയത്,
ആ വാങ്ങുന്നതോ വിട്ടുകൊടുക്കുന്നതോ പങ്കുവെക്കുന്നതോ ആയ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ സംയോജകത അഥവാ വാലൻസി എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും നോക്കുക, പി എന്ന് പറയുന്ന എലമെന്റിന്റെ അവസാന ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? 6. പി എന്ന് പറയുന്ന എലമെന്റിന്റെ അവസാന ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 6. അത് 5ൽ കൂടുതലല്ലേ? അതെ, 5ൽ കൂടുതലാണെങ്കിൽ 8 എണ്ണമാകാൻ ഇനി എത്ര എണ്ണം കൂടെ വേണോ അത്രയും ഇലക്ട്രോണിനെ അവർ സ്വീകരിക്കും. ഇവിടെ അവസാന ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 6 8 എണ്ണമാകാൻ ഇനി 2 എണ്ണം കൂടെ അവർ വാങ്ങും. സോ 8 എണ്ണമാകാൻ പി വാങ്ങുന്ന ഇലക്ട്രോൺ എണ്ണം 2. അതുകൊണ്ട് നമുക്ക് പറയാം പിയുടെ വാലൻസി 2. പിയുടെ വാലൻസി 2. അടുത്ത ക്യൂ ആണ്. ക്യൂ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 1. അപ്പോൾ ഇവിടെ അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 4ൽ കുറവാണ്. 4ൽ കുറവാണെങ്കിൽ 8 എണ്ണമാകാൻ എത്ര ഇലക്ട്രോണുകൾ വേണോ അത്രയും ഇലക്ട്രോണിനെ അവൻ കളയുകയാണ് ചെയ്യുന്നത്. ഇവിടെ അവസാന ഷെല്ലിൽ ഇലക്ട്രോൺ എണ്ണം 1. സോ അത്രയും ഇലക്ട്രോണിനെ അവൻ കളയും. അതുകൊണ്ട് ക്യൂവിൻ്റെ വാലൻസി 1. പ്രിയപ്പെട്ടവരെ, മനസ്സിലായോ? ഇത് റെക്കോർഡഡ് ആണ്. സോ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ കേൾക്കാം. അതുകൊണ്ട് ബാക്കിലോട്ട് അടിച്ച് വീണ്ടും ഒന്ന് കേൾക്കുന്നത് ഇത് എഫക്റ്റീവ് ആയിരിക്കും. അതായത് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോർമഡ് വെൻ പി ആൻഡ് ക്യൂ കമ്പൈൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വാലൻസി 2 ആയിരുന്നു എങ്കിലേ ഇവിടെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യത്തുള്ളൂ. ഇത് തമ്മിൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പോസിബിൾ അല്ല കേട്ടോ. ആ ക്വസ്റ്റ്യൻ പോസിബിൾ അല്ല. കെമിക്കൽ ഫോർമുല ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വിച്ച് സബ്ഷെൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഈച്ച് പെയർ ഓഫ് ദി ക്വാണ്ടം നമ്പർ വാല്യൂസ് ഗിവൺ ബിലോ. താഴെ എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ക്വാണ്ടം നമ്പർ നമ്മൾ ആറ്റത്തിൻ്റെ ക്ലാസ്സിൽ പഠിച്ചല്ലേ. എൽ എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പരും അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതുപയോഗിച്ച് ഇത് ഏത് സബ്ഷെല്ലുകളാണ്, ഇത് ഏത് സബ്ഷെല്ലിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ എഴുതണം. പറഞ്ഞു തരാം. അതിനു മുന്നേ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യമെന്ന് ചോദിച്ചാൽ, എല്ലിൻ്റെ വില തന്നാൽ, എല്ലെന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അതിൻ്റെ വില തന്നാൽ അത് ഏത് സബ്ഷെല്ലാണെന്ന് പറയണം. മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തന്നിട്ടേ ഞാൻ പോത്തുള്ളൂ. ശ്രദ്ധിച്ചു കേട്ടോണേ. ഈ കോളത്തിലെ എല്ലെന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അതിൻ്റെ വാല്യൂ അവിടെ തരും. ആ വാല്യൂ തന്നാൽ അത് ഏത് സബ്ഷെല്ലാണെന്നും പറയണം. ശ്രദ്ധിച്ചോ. ആദ്യം L ഈസ് ഈക്വൽ ടു 0. L ഈസ് ഈക്വൽ ടു 0. എല്ലിൻ്റെ വാല്യൂ 0 എന്ന് തന്നാൽ നിങ്ങളത് ഉറപ്പിച്ചോണം. അത് ഏത് സബ്ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്? എസ്. പ്രിയപ്പെട്ടവരെ, പ്രധാനമായും 4 സബ്ഷെല്ലല്ലേ ഉള്ളത്? എസ്, പി, ഡി, എഫ്. എല്ലിൻ്റെ വാല്യൂ 0 എന്ന് കണ്ടാൽ അത് എസ് സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. എല്ലിൻ്റെ വാല്യൂ 1 എന്ന് തന്നാൽ അത് പി സബ്ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലിൻ്റെ വാല്യൂ 2 എന്ന് തന്നാൽ അത് ഡി സബ്ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. എൽ ഈസ് ഈക്വൽ ടു 3 എന്ന് കണ്ടാൽ അത് എഫ് സബ്ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ അറിയണം. ഇത് നമ്മൾ ആറ്റത്തിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ അറിയണം കേട്ടല്ലോ. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ തന്നാൽ എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് തന്നാൽ അത് എസ് സബ്ഷെല്ലാണ്. എൽ ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നാൽ അത് പി സബ്ഷെല്ലാണ്. എൽ ഈസ് ഈക്വൽ ടു 2 എന്ന് തന്നാൽ അത് ഡി സബ്ഷെല്ലാണ്. എൽ ഈസ് ഈക്വൽ ടു 3 എന്ന് തന്നാൽ അത് എഫ് സബ്ഷെല്ലുമാണെന്ന് അറിയണം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 1A. എന്നിൻ്റെ വില തന്നിട്ടുണ്ട് 1. എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. എല് തന്നിട്ടുണ്ട് 0. എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇത്രയും തന്നിട്ട് ചോദിക്കുക ഇത് ഏത് സബ്ഷെല്ലാണെന്ന്. മനസ്സിലാക്കി തന്നെ തരാം. ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ ആദ്യം തന്നെ ഇവിടെ നിങ്ങൾ നോക്ക്, എൽ ഈസ് ഈക്വൽ ടു 0 ആണ്. പ്രിയപ്പെട്ടവരെ, എൽ ഈസ് ഈക്വൽ ടു 0, എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് കണ്ടാൽ നിങ്ങൾ പറ അത് ഏത് സബ്ഷെല്ല? എല്ലിൻ്റെ വാല്യൂ 0 എന്ന് തന്നാൽ അത് എസ് സബ്ഷെല്ല. ഞാൻ സബ്ഷെൽ ആദ്യം എഴുതി എസ്.
ഇനി അടുത്തത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ, എന്നിൻ്റെ വാല്യൂ 1. പ്രിയപ്പെട്ടെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എഴുതേണ്ടത് നമ്മളുടെ എഴുതിയ സബ്ഷെല്ലിൻ്റെ നേരെ ഇടത് സൈഡിൽ, സബ്ഷെല്ലിൻ്റെ ഇടത് സൈഡിലാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം സംഖ്യ എഴുതേണ്ടത്. ഇവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ എത്ര? 1. അത് നമ്മൾ ആ സബ്ഷെല്ലിൻ്റെ ഇടത് സൈഡിൽ എഴുതി. സോ ഈ തന്നിരിക്കുന്ന വാല്യൂ വെച്ച് അത് ഏത് സബ്ഷെല്ലാണ്? 1s. അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം, വേറൊരു ക്വസ്റ്റ്യൻ തരാം. n ഈസ് ഈക്വൽ ടു 3, l ഈസ് ഈക്വൽ ടു 1. n ഈസ് ഈക്വൽ ടു 3, l ഈസ് ഈക്വൽ ടു 1. ഇത് ഏത് സബ്ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഇട്ട ആൾ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാം. ആദ്യം നിങ്ങൾ പറ, l ഈസ് ഈക്വൽ ടു 1 ആണ്. സോ l ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ l ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അത് ഏത് സബ്ഷെല്ലാ? പി സബ്ഷെല്ല്. ഇനി അടുത്തത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ എത്ര? 3. അതെവിടെ എഴുതേണ്ടത്? സബ്ഷെല്ലിന് നേരെ ഇടത് സൈഡിൽ എഴുതി 3p. അപ്പൊ n ഈസ് ഈക്വൽ ടു 3, l ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നാൽ അത് ഏത് സബ്ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്? 3p ആണ്. ക്ലിയർ ആണല്ലോ ഫാക്ട്? ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ലെന്ന് വിശ്വസിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ തരാം, ഇതേപോലെ ചെയ്യണേ. n ഈസ് ഈക്വൽ ടു 4, l ഈസ് ഈക്വൽ ടു 2. n ഈസ് ഈക്വൽ ടു 4, l ഈസ് ഈക്വൽ ടു 2. വേഗം പറ. n ഈസ് ഈക്വൽ ടു 4, l ഈസ് ഈക്വൽ ടു 2. ഇതാരെയാ? കറക്റ്റ്. എല്ലിൻ്റെ വില 2 ആണ്. എല്ലിൻ്റെ വില 2 ആണെങ്കിൽ അതാരെയാണടേ? ഡി. അടുത്ത പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ അത് നേരെ സബ്ഷെല്ലിൻ്റെ ഇടത് സൈഡിൽ കൊടുക്കുക. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? 4D ആണ്. 4D ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ ഫ്യൂ സബ്ഷെൽസ് ആർ ഗിവൺ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് n ആൻഡ് l. കുറച്ച് സബ്ഷെല്ലുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവയുടെ എന്നിൻ്റെ വാല്യൂയും എല്ലിൻ്റെ വാല്യൂയും എഴുതാനാണ് ക്വസ്റ്റ്യൻ ഇട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യമുള്ളവനെ എടുത്ത് പിക്ക് ചെയ്ത് താഴെ എഴുതാം 2s. ഇവിടെ n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ വേണം. l എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ വേണം. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഏത് സബ്ഷെല്ലാണ് പ്രിയപ്പെട്ടവരെ? അതിന് മുന്നേ പോട്ടെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ നമ്മൾ എവിടാണ് എഴുതുന്നത്? പറ. തൊട്ട് മുന്നേ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ നമ്മൾ എവിടാണ് എഴുതുന്നത്? പറ. സബ്ഷെല്ലിൻ്റെ ഇടത് സൈഡിൽ. ശരിയല്ലേ? സബ്ഷെല്ലിൻ്റെ ഇടത് സൈഡിൽ. കുറച്ച് മുന്നേ അങ്ങോട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. സോ ഇവിടുത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ 2 ആണ്. അടുത്ത എല്ലിൻ്റെ വാല്യൂ ഇവിടെ ഏത് സബ്ഷെല്ലാ? എസ് സബ്ഷെല്ലാണ്. എസ് സബ്ഷെല്ല് വന്നാൽ എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 0. എസ് സബ്ഷെല്ല് വന്നാൽ എല്ലിൻ്റെ വാല്യൂ 0 ആണ്. അടുത്ത നമുക്ക് എഴുതാം 3D. സോ 3D ആണ്. എന്നിൻ്റെ വിലയും വേണം, എല്ലിൻ്റെ വിലയും വേണം. നോക്ക്, n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ എവിടെ എഴുതുന്നത്? സബ്ഷെല്ലിൻ്റെ ഇടത് സൈഡിലാണ് അല്ലേ? അതെത്ര ആണ് ഇവിടെ? 3. അടുത്ത l അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇവിടെ ഏത് സബ്ഷെല്ലാ? ഡി സബ്ഷെല്ലാ. സോ അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ ഡി സബ്ഷെല്ല് വന്നാൽ തൊട്ട് മുന്നേ പഠിപ്പിച്ചതേ ഉള്ളൂ. ഈ ക്വസ്റ്റിൽ പഠിപ്പിച്ചു. ഡി വന്നാൽ എല്ലിൻ്റെ വില എത്ര? 2. എല്ലിൻ്റെ വില 2. ക്ലിയർ അല്ലേ? അടുത്തത് 5f. നിങ്ങൾ തന്നെ പറ. 5f ആണ്. എന്നിൻ്റെ വില എത്ര തന്നെ? 5. എഫ് സബ്ഷെല്ലാണെങ്കിൽ എല്ലിൻ്റെ വില എത്ര? 3. പ്രിയപ്പെട്ടവരെ, ഇത്തരം ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുന്നോട്ടും ഇങ്ങനെ തന്നെ SCERTയിലെയും NCERTയിലെയും ക്വസ്റ്റ്യൻസ് കൊണ്ടുവരണം താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് സെക്ഷൻ ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്ന് വീഡിയോയുടെ താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന വിശ്വാസത്തോടു കൂടി താങ്ക് യു.